ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് കൊച്ചി ടു മസ്കറ്റ് നമ്മുടെ യാത്രയുടെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒമാനിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേയും അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം കൊച്ചി ടു മസ്കറ്റ് ഡേ 1 ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. അതിൻ്റെ നല്ല സന്തോഷത്തിലാണ് നമ്മൾ. ആദ്യം തന്നെ നമ്മൾ ഈ പാക്ക് ചെയ്യണത് വെളിച്ചെണ്ണ കുപ്പിയാണ്. കാണുമ്പോൾ ഇതൊരു അമ്മിക്കോഴിയായിട്ട് തോന്നും. ഒരു ഫുൾ ചുരിദാറാണ് ചുറ്റി വയ്ക്കേണ്ടത്, കാരണം അത് എങ്ങനെ എടുത്ത് എറിഞ്ഞാലും ഇത് പൊട്ടില്ല. പിന്നെ സാധാരണ മലയാളി ഫാമിലീസൊക്കെ ചെയ്യണ പോലെ അവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറേ ചക്കയും മാങ്ങയൊക്കെ വെയിറ്റ് നോക്കിയിട്ട് അമ്മയും പപ്പയും കൂടിയിട്ട് എടുത്ത് വെക്കേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ഒക്കെ പാക്ക് ചെയ്തു. നമ്മുടെ പാക്കറ്റിൽ വെളിച്ചെണ്ണ, മുളകും പൊടി, അച്ചാർ, പിന്നെ പിള്ളേർക്ക് കഴിക്കാൻ ചിപ്സ്, അവർ പറഞ്ഞ സാധനങ്ങൾ, പുളിമിഠായി, അത് ഇത് അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പം നാളെ പുലർച്ചെ 2 മണിക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രി അപ്പോൾ വലിയപ്പച്ചൻ വന്നിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറി എന്താ ചെയ്യേണ്ടത്, ഒരു ബോധമില്ലാത്തതാണ് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. അവർ നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അത് കഴിഞ്ഞാൽ ചെക്കിങ് പോവും, അങ്ങനെയൊക്കെ പറഞ്ഞു വലിയപ്പച്ചൻ ക്ലാസ് എടുത്തു. വലിയപ്പച്ചൻ കുറേ കാലം ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളായിരുന്നു. അങ്ങനെ വലിയപ്പച്ചൻ്റെ ക്ലാസ് എടുക്കലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങാൻ കിടന്നു. പുലർച്ചെ 2 മണിക്കായിരുന്നു നമ്മൾ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 മണിക്ക് വണ്ടി വന്നു. ഒരു 4 മണിയായപ്പോൾ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകണതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എയർപോർട്ടിൽ കയറി കഴിഞ്ഞാൽ ഇവിടേക്ക് പോകണം, എന്ത് ചെയ്യണമെന്ന് നമുക്ക് 3 പേർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ തപ്പിപ്പിടിച്ച് നടക്കുന്നതാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യണ ഒരു ചേട്ടൻ വന്നിട്ട് നിങ്ങളുടെ ഫ്ലൈറ്റ് ഏതാ, സമയം ഏതാന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞപ്പം സമയമായിട്ടില്ല, അവിടെ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും ഉണ്ണിയും വരിക നടക്കണം, അതിൽ ടെൻഷൻ അടിച്ചിട്ട് നടക്കണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ബോർഡിങ്ങിൻ്റെ ചെക്കിങ്ങിൻ്റെ സമയമായി. നമ്മളതൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് വന്നു. അവിടെ ഇരുന്നിട്ട് നമ്മുടെ ഗേറ്റ് 7:40 ഓപ്പൺ ആവുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഉള്ളിലെ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ കാണണേ, വെറുതെ ഇരിക്കല്ലേ, ഇത്ര സമയമുണ്ടല്ലോ, നിങ്ങളൊക്കെ പോയിട്ട് അതൊക്കെ കണ്ടിട്ട് വായോ, നിങ്ങൾ ഇഷ്ടമുള്ളത് പോയി കണ്ടോ, പക്ഷേ ഒന്നും വാങ്ങിച്ച് തരില്ല എന്ന് അമ്മ നമ്മളുടെ അടുത്ത് പറഞ്ഞു. വാങ്ങിച്ച് തരണില്ലെങ്കിൽ നമ്മൾ അവിടെ പോയി നോക്കേണ്ട കാര്യമല്ലോ. നമ്മൾ കസാരമേനി ഇരുന്നിട്ട് ചുറ്റും കണ്ണോടിച്ചു. പിന്നെ നമ്മളെ കുറേ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് കണ്ണാടയൊക്കെ വെച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നെ നാട്ടുകാരനെയും വീട്ടുകാരനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പാസ്പോർട്ട് വെച്ചിട്ടും അത് വെച്ചിട്ട് ഇത് വെച്ചിട്ടൊക്കെ കുറേ ഫോട്ടോസും ഇതൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ സമയമായി നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവാനായി. ഗേറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഒമാൻ എയറാണ്. അത് നമ്മൾ അകലേന്ന് വെച്ച് കണ്ടു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ കുറേ നേരം നടന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് അടുത്ത് കിടക്കുന്ന കണ്ടു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ വീണ്ടും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഫ്ലൈറ്റ് കയറാൻ പോവാണ്. നമ്മുടെ മുന്നിൽ കുറേ ആൾക്കാർ മാവേലി സ്റ്റോറിൽ റേഷൻ കടയിലൊക്കെ ക്യൂ നിൽക്കണ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി നടന്ന് അങ്ങോട്ട് ഫ്ലൈറ്റിലേക്ക് കയറി. ആ ഫ്ലൈറ്റിൽ കയറാൻ പോണ ധന്യ മുഹൂർത്തത്തിൽ ഞങ്ങളുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ക്യാബിൻ ക്രൂവിനോടൊക്കെ ചോദിച്ച് നമ്മുടെ സീറ്റും സംഭവങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് ലഗേജൊക്കെ വെച്ചിട്ട് സെറ്റായിട്ട് അവിടെ ഇരുന്നു. ഫ്ലൈറ്റിൽ നമ്മുടെ സീറ്റിൻ്റെ മുന്നിൽ നമുക്കൊരു ചെറിയ TV ഓരോരുത്തർക്ക് ഉണ്ടാകും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം, സിനിമ കാണാം, ഗെയിംസ് കളിക്കാം എന്നൊക്കെ അച്ഛൻ്റെ മക്കൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വിൻഡോ കൂടെ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മുടെ സീറ്റിൻ്റെ മുന്നിലുള്ള സാധനം ഏതാണ് എന്നൊക്കെ നമ്മൾ കുറേ തോണ്ടിയും മാറ്റിയൊക്കെ നോക്കി. അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. 8:40 നമ്മുടെ ഫ്ലൈറ്റ് എടുക്കണ സമയം. അതിനൊപ്പം സ്ക്രീനിൻ്റെ ഒപ്പം ഒരു ഇയർഫോണൊക്കെ കിട്ടിയ സന്തോഷത്തിൽ റോസ്മിൻ ഇങ്ങനെ അർമാദിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ട സിനിമ എ ജേർണി ടു സെൻറ്റർ ഓഫ് ദ എർത്ത് ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്. അപ്പോൾ അത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പം പൈലറ്റ് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി റൂട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിലേക്കൊക്കെ കുറേ നേരം ഓടിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ പറക്കുന്നു. പക്ഷേ ഇപ്പോൾ പറന്നില്ല. പിന്നെ വണ്ടി അങ്ങനെ കുറേ നേരം നിർത്തിയിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ശരിക്കും റോട്ടിൽ കൂടെ ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ റോട്ടിൽ കൂടെ ഓടിച്ച് നമ്മൾ എയറിൽ കൂടെ ഇങ്ങനെ പറന്ന് പൂന്തി തുടങ്ങി. അപ്പോൾ നമ്മൾ താഴെയുള്ള നമ്മുടെ ഭൂമി ആൾക്കാരിനെയൊക്കെ ഇങ്ങനെ ഓർത്തു. ഞാനായിരുന്നു വരുമ്പോൾ വിൻഡോ സീറ്റിൽ ഇരിക്കേണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല വിൻഡോസിൽ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റി. വണ്ടിയൊക്കെ ഒന്ന് സ്റ്റഡി ആയപ്പോൾ ഈ ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കാൻ കൊണ്ടുവന്നു. നമ്മൾക്ക് ആദ്യം ഒരു ആപ്പിൾ ജ്യൂസ് കൊണ്ടുവന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ആപ്പിൾ ജ്യൂസ്, പിന്നെ പൊട്ടാറ്റോ, ടൊമാറ്റോ, സോസേജ്, പിന്നെ എഗ്ഗ് വെച്ചിട്ടുള്ള എന്തോ ഒരു സംഭവം നമുക്ക് കഴിക്കാൻ തന്നു. അതിൻ്റെ ഒപ്പം കുറേ സ്പൂണും ഫോർക്കും നൈഫൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോൾട്ട്, പെപ്പർ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു റിഫ്രഷനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു. അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ആയിട്ട് ഷമാം കട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രെഡ്, അതിനൊപ്പം ചീസ്, ജാമ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തിന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ നല്ല ഉഷാറാക്കി കഴിച്ചു. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു വെള്ളം കുപ്പിയും തന്നു. പിന്നെ കുറേ സമയം ബോറടിച്ചപ്പോൾ നമ്മൾ എന്താണ് ഈ ഭൂമിയുടെ പോക്കെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ മാപ്പൊക്കെ ഇട്ടിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ സൂം ഔട്ട് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ വണ്ടി ഇപ്പോൾ അറബിക്കടലിൻ്റെ മേലെ കൂടിയാണ് പറന്നു പോയിക്കൊണ്ടിരിക്കണതെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറക്കം വന്നു. അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി.
എനിക്ക് ദൈവം തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. എവിടെ ചെന്നാലും എന്ത് ഭൂകമ്പം ഉണ്ടെങ്കിലും എനിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ വന്നപ്പം ആ എയർ ഹോസ്റ്റസ് എണീപ്പിച്ചു, എത്താനായി അരമണിക്കൂറും കൂടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് എണീപ്പിച്ചു. അങ്ങനെ നമ്മൾ എണീറ്റിട്ട് താഴത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായത് നമ്മളിപ്പോൾ മണലാരണ്യത്തിൻ്റെ മേലെ കൂടിയാണ് പറന്നുകൊണ്ടിരിക്കണതെന്ന്. അപ്പം അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ചേച്ചി വന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറേ വെള്ളം ഒരു പാത്രത്തിൽ വെള്ളം തന്നു, ഗംഗാജലം പോലെ കുറച്ച് വെള്ളം തന്നു. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓൾറെഡി ഒരു കുപ്പിയിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ മണലാരണ്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ നമ്മുടെ ബെന്യാമിൻ്റെ ആടുജീവിതം കുറേ നേരം ഇങ്ങനെ ഓർത്തു. പിന്നെ വീണ്ടും അത് കുറേ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും കടലും കരയും മരുഭൂമിയും പുഴയും മണലൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഒരു ഒമാനിലെ ഒരു 10:50 സമയമായപ്പോൾ നമ്മൾ അവിടെ എത്തി. ഒമാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഇനി ഒമാനീസ് എന്ത് ചോദിക്കും, അവിടുത്തെ എയർപോർട്ട് നമ്മൾ കടക്കാൻ പറ്റുന്നതാണ് അടുത്ത ടെൻഷൻ. അതുകൊണ്ട് നമ്മളത് കുറേ വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ലഗേജൊക്കെ വന്നു. നമ്മുടെ കുഞ്ഞൊരു ചെക്കിങ് കഴിഞ്ഞപ്പം നമ്മൾ സുഖമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഉറപ്പായി ഇനി ധൈര്യമായിട്ട് നമ്മുടെ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ഇടാൻ. കാരണം നമ്മൾ 2 എയർപോർട്ടും താണ്ടി വന്നു. എയർപോർട്ടായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റിനെക്കാട്ടിയും പേടിയുണ്ടായിരുന്നത്. അങ്ങനെ സുഖമായി അച്ഛൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. അച്ഛൻ എന്ന് പറയുന്നത് അമ്മയുടെ ബ്രദറിനെയാണ് അച്ഛൻ എന്ന് പറയുക. അമ്മയുടെ ഹസ്ബൻഡിനെ നമ്മൾ പപ്പ എന്നാണ് പറയുക. പിന്നെ നമ്മൾ കാറിലിരുന്നിട്ട് നാട്ടിൽ വീട്ടിൽ എന്താ വിശേഷം, അവിടെ എന്താണ്ടായി ഇവിടെ എന്തായി, അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഫോണിൽ ഒമാനത്തെ പ്രകൃതി മരണീയത ഫുൾ അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ച് നമ്മളങ്ങനെ വീട്ടിലേക്ക് ഉള്ള യാത്രയിലാണ്. വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോഴത്തേനും ഉണ്ണികൾ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരാളും കൂടി വരാണ്ട്. അങ്ങനെ നമ്മൾ അവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് കുറച്ച് നേരം ഉറങ്ങാൻ കിടന്നു. നല്ലൊരു ഉറക്കം ഇറങ്ങിയ ഹാങ് ഓവറിൽ അമ്മ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. കമലസുരയുടെ പോലെ മുടിയൊക്കെ കഴിച്ചിട്ടാണ് അമ്മ ഇരിക്കണത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് അയിനിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റിയും പിള്ളേർ ഇതുവരെ കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നല്ല ഭംഗിയിൽ മാന്തി പൊളിച്ചൊരു കൊലയാക്കിയിട്ട് എടുത്തിട്ട് അവർക്ക് കഴിക്കാൻ കൊടുത്തു. രാത്രിയായപ്പോൾ നമ്മൾ ബാൽക്കണിയുടെ അവിടെ നിന്നിട്ട് അവിടുത്തെ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ നോക്കി കുറേ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത് ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കുറേ പേസ്റ്റൽ കളേഴ്സ്, വൈറ്റും ക്രീമൊക്കെ ചേർന്ന കളേഴ്സാണ് ഇവിടെ ഫുൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കമ്പനിയുടെ കളറ് മെയിൻലി ഗ്രീനും യെല്ലോയും ആയിരുന്നു. അപ്പോൾ ഇവിടെ റൂളുണ്ട്, അവർക്ക് 7 പേസ്റ്റൽ കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. പക്ഷേ ഇവരുടെ കമ്പനിക്കാർ പച്ചയും മഞ്ഞയൊക്കെ കളർ അടിച്ചിട്ട് ഇവിടുത്തെ സുൽത്താൻ ഫ്ലൈറ്റിൽ പോകുമ്പം ഈ കളർ കണ്ടിട്ട് ആൾക്കാരനെ വിട്ട് അന്ന് തന്നെ രാത്രി ഇവരുടെ പെയിൻ്റൊക്കെ അടിപ്പിച്ചു എന്നിട്ടുള്ള കഥകളൊക്കെ നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മളിവിടുത്തെ ഫ്ലൈറ്റിൻ്റെയും ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ ഒക്കെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഓരോ നാട്ടിലും നമുക്ക് സ്വന്തമായിട്ട് ഓരോരോ പ്രേതങ്ങളുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ കേരളത്തിൽ കളിയങ്കാട്ട് നീലിയാണെങ്കിൽ ഇപ്പോൾ ഒമാനിൽ ഇവർക്ക് ഇവിടെ ജിന്നാണുള്ളത്. അപ്പോൾ ആൻറ്റി ഇവിടെ നാട്ടിലുള്ളതും അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ ജിന്നിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പ്രേതത്തിൽ ഒട്ടും വിശ്വാസമില്ലാത്ത എൻ്റെ അമ്മ തല ആട്ടിയിട്ട് അതൊക്കെ ഇരുന്ന് നല്ല സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രി നമുക്ക് പിന്നെയും നല്ല വിശപ്പായി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലൊക്കെ വെച്ചിട്ട് വീണ്ടും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് കാറ് കയറിയിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ ഓർഡർ ചെയ്തത് അഫ്ഗാൻ ബുഹാരി മന്തി ആയിരുന്നു. ആക്ച്വലി ഞാൻ ആടുകളിനെ പൊതുവെ കഴിക്കാമല്ലോ, പക്ഷേ എനിക്ക് ആടുകളിനെ കാണുമ്പോൾ ഭയങ്കര പാവം തോന്നും, പിന്നെ ഭയങ്കര നിഷ്കളങ്കരാണ്. പക്ഷേ കോഴീനെ ഞാൻ നന്നായി വറുത്ത് തിന്നും. അതുകൊണ്ട് ആടിനെ ഞാൻ തിന്നില്ല. ആടുകളിനൊക്കെ അവർക്ക് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ റൈസ് കഴിച്ചു. ഇത് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അല്ല, നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നവൾ അറിയില്ല എന്തോരം കഴിച്ചു എന്ന്. അങ്ങനെ ഞാൻ ഈ പാത്രം ഫുള്ള് കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു അണ്ടാവ് നിറച്ച് റൈസ് ഞാൻ കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. കഴിയുമ്പോൾ വീണ്ടും ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ B11ലേക്ക് വന്നു. ഇത് ആക്ച്വലി ഇവിടെ 8 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് സ്വീറ്റ്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. പിന്നെ അവിടെ വെച്ചിട്ട് വീണ്ടും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അത് നമ്മൾ ഓർഡർ ചെയ്തു. ഈ സംഭവത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവർ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമുക്ക് കിട്ടി. നമ്മൾ 4 ഫ്ലവേഴ്സിലുള്ള സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ അറബിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു സാധനമായിരുന്നു, അറബി നമുക്ക് തന്നിട്ടുള്ളത് വേറെ സാധനമായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റുള്ള സാധനമായതുകൊണ്ട് നമ്മളതൊക്കെ എടുത്ത് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ പാക്കറ്റ് സാധനം കളയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി എനിക്കത് വേണം എന്ന് പറഞ്ഞു. നമ്മൾ മലയാളികളായതുകൊണ്ട് ഈ ആക്കുറൊക്കെ നമുക്ക് പറക്കിയെടുക്കാനുള്ളൊരു ത്വര നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. അങ്ങനെ അതൊരു കവറിൽ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു. നമ്മളങ്ങനെ കിടന്നുറങ്ങി. ഇതാണ് ഒമാനിലെ നമ്മുടെ ഫസ്റ്റ് ഡേ. അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം.